ഒരുപക്ഷെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നവരാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മക്കൾ മനസ്സിലാക്കേണ്ടത് CBSE സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന ഒരേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മക്കൾ ശ്രദ്ധിക്കേണ്ടത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പഴയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടൻ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. അപ്പൊ നമ്മളെ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റും കഴിഞ്ഞു, ഇനി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ് വരാൻ പോകുന്നത് അല്ലേ. അതായത് ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷൻ കിട്ടാത്തവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലേക്ക് മാറാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂളല്ല പൊന്നുമക്കൾക്ക് കിട്ടിയെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് മാറാൻ, ജില്ല മാറാനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്നത്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അല്ലേ. +1 സയൻസ് എടുത്ത വിദ്യാർത്ഥികളോട്, +1 സയൻസ് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. എന്നാൽ പോലും സയൻസ് എടുത്ത വിദ്യാർത്ഥികളോട് എസ്പെഷ്യലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ സയൻസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ അതിനൊന്ന് പോയിന്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, +1 സയൻസ് എടുത്ത വിദ്യാർത്ഥികൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് ഉണ്ടാകുന്ന മാറ്റം. നിങ്ങൾ SSLC പഠിച്ചതുപോലെയല്ല +1 പഠിക്കാനുള്ളത്. നിങ്ങളെ പേടിപ്പിക്കൊന്നുമല്ലേ, ഒരുപാട് പഠിക്കാനുണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ, ആ ഫുൾ മാർക്ക് വാങ്ങാനുള്ള കുറച്ച് ടിപ്പ് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് SSLCയിൽ കിട്ടിയ ദിവസവും +1 കിട്ടാൻ പോകുന്ന ദിവസവും, പഠിക്കാൻ കിട്ടാൻ പോകുന്ന ദിവസവും, അധ്യയന വർഷത്തിൽ കിട്ടാൻ പോകുന്ന ദിവസവും അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ SSLC എക്സാം ആയാലും +1 എക്സാം ആയാലും മാർച്ച് 3 തന്നെ, അടുത്ത മാർച്ച് 3 എക്സാം നടക്കും. ക്ലിയർ? പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ +1 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ വളരെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഞാൻ വീണ്ടും പറയാം, മക്കളെ പേടിപ്പിക്കല്ല, ഉള്ളത് വ്യക്തമായിട്ട് കൃത്യമായിട്ടും സമയബന്ധിതമായിട്ട് പഠിക്കാൻ. മൊബൈലൊക്കെ കുറച്ച് ഉപയോഗം കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. SSLCയിൽ കിട്ടിയ ഒരു സമയം മക്കൾക്ക് +1 കിട്ടില്ല. വളരെ കുറഞ്ഞ ദിവസം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഉള്ള ദിവസം വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു തീർക്കുക. ഇത് ഏറ്റവും കൂടുതൽ മുട്ടൻ പണി കിട്ടാൻ പോകുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കഴിഞ്ഞ് വരുന്നവർക്കാണ്. ഇപ്പൊ സബ്ജക്ട് ട്രാൻസ്ഫർ, ഇപ്പോൾ കൊമേഴ്സ് എടുത്തവർക്ക് സയൻസ് കിട്ടണം, വെയിറ്റ് ചെയ്യണം. അവൻ ഇനിയും അഡ്മിഷൻ നടന്നിട്ടില്ല, കുറെ ദിവസം കഴിഞ്ഞാലേ അഡ്മിഷൻ നടക്കുള്ളൂ. അപ്പൊ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നതിന് ശേഷം മാത്രമേ പഠിക്കാൻ തുടങ്ങുള്ളൂ. ഓണം എക്സാം, സ്കൂൾ വൈസ് ഓണം എക്സാം എന്തായിട്ടും ഉണ്ടാവും, വളരെ ഒരു 1.5 മാസം കൊണ്ട് 4 ചാപ്റ്റർ കൂട്ടി പഠിച്ചെടുക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഉള്ള സമയം ഇനി അഡ്മിഷൻ നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് നമ്മൾ ആർക്കാനെക്സ് എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ കോണ്ടന്റ് വീഡിയോ ഉണ്ടാവും. നിങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ട് ഒരുപാടൊന്നും പഠിക്കാനില്ല മക്കൾക്ക്. അപ്പോൾ ഉള്ള സമയം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കളിയൊക്കെ ഒന്ന് കുറച്ചിട്ട് പഠിക്കുക. പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക സയൻസ് എടുത്തവർ. ഇല്ലെങ്കിൽ പണി കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിക്കാം. രണ്ടാമത്തെ കാര്യം ലാംഗ്വേജിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇപ്പൊ അത് എനിക്ക് പറയാനുള്ളത് സയൻസുകാരോട് മാത്രമല്ല, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത്, മലയാളം മീഡിയം പഠിച്ച 10th വരെ മലയാളം മീഡിയം പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ, നിങ്ങൾ എങ്ങനെയാലും 11th എക്സാം ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാൻ പറ്റുള്ളൂ. എഴുതാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് മലയാളം മീഡിയത്തിൽ എഴുതാൻ. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും 99% ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റം ആദ്യ ദിവസങ്ങളിൽ, ആദ്യത്തെ 10 അല്ലെങ്കിൽ 10-15 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്കംഫേർട്ട്നെസ്, നിങ്ങൾ ടീച്ചർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ മലയാളം മീഡിയം പഠിച്ച ഒരാളായിരുന്നു. ഞാൻ ഫീൽ ചെയ്തൊരു സംഭവമാണ്. സയൻസിലേക്ക് പോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ടീച്ചർ പറയുന്നൊന്നും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന വേഗതയിൽ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. വെറീഡായിരുന്നു ഞാൻ ഒരു 1 month. എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കും. അതുപോലെ തന്നെ ഒരു ഇതിലൂടെ നിങ്ങളും കടന്നു പോകും. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ മക്കൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. മക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു സ്പെല്ലിംഗ് തെറ്റിയതുകൊണ്ട് നിങ്ങളെ മാർക്ക് പോകില്ല. നിങ്ങളൊരു സ്പെല്ലിംഗ് തെറ്റിപ്പോയതുകൊണ്ട് മാർക്ക് പോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു 1 month അതിലേക്ക് വരും, ട്രാക്കിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ആ മീഡിയം ചേഞ്ച് ഒരു പ്രശ്നമാവുകയേ ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എഴുതുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതുക. സയന്റിഫിക് ടേമുകളൊക്കെ തെറ്റിക്കാതെ എഴുതുക. ബാക്കിയുള്ള ഗ്രാമർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറിയാലൊന്നും നിങ്ങൾക്ക് സയൻസിൽ മാർക്ക് പോകുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മീഡിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് വലിയൊരു കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് വീട്ടിൽ പോയിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒരു തവണ എഴുതിയ സാധനം വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി എഴുതി നോക്കുക, കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക. ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. മൂന്നാമതൊരു പണി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇതുവരെ മക്കൾ പഠിച്ചിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് CBSEയുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. ആ SCERT തന്നെയാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് 2 സെയിം ആണ്. CBSE സ്റ്റുഡൻസ് എക്സാം എഴുതുന്ന അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്.
അതുമല്ല വേറൊരു കാര്യം, ഈ വർഷം മുതൽ NCERT, കഴിഞ്ഞ വർഷം മുതൽ +2കാർക്കുണ്ട്, ഈ വർഷം മുതൽ +1ലും +2ലും NCERT ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവായിക്കൊണ്ട് NCERTയിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിരന്തരം പറയുന്നുണ്ട്. മക്കളെ പേടിക്കണ്ട, നിങ്ങളെ വീണ്ടും കുഞ്ഞുമക്കളോട് ഞാൻ പറയണം, പേടിപ്പിക്കാനല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. NCERT ആയതുകൊണ്ട് എന്താ പ്രശ്നം, NCERTയിലെ ടെക്സ്റ്റ് ബുക്കിലെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ തരും, RKNX തരും നിങ്ങൾക്ക്. NCERTയിലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ RKNX നിങ്ങൾക്ക് ലൈവിലൂടെ തരും. എല്ലാ ലൈവ് ക്ലാസ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ്, NCERTയിലെ കണ്ടന്റ് ആണ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ്. 5-20 മിനിറ്റ്, 4-5-20 മിനിറ്റിന്റെ വീഡിയോ അത്രേ ഉണ്ടാവുള്ളൂ. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഫുള്ള് ഷോർട്ട് കട്ട് ആക്കി ക്രിസ്പ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ കോണ്ടന്റ് വീഡിയോയും കാണുക. കോണ്ടന്റ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ കോണ്ടന്റ് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ചോദിക്കാം. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി തരും. ഇനി ഇൻഡിവിജ്വലി നിങ്ങളെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യണോ, സാർ എനിക്കൊരു ഈ ടോപ്പിക് എനിക്ക് അറിയില്ല, എനിക്ക് ക്ലിയർ ചെയ്ത് തരണം എന്ന് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയച്ചാൽ മതി. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ എൻ്റർ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയക്കുക. എന്താണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഒന്നുകൊണ്ടും വീടാവണ്ട. ടെക്സ്റ്റ് ബുക്കിലെ മാറ്റോ, ലാംഗ്വേജിൽ ഉണ്ടാവുന്ന മാറ്റമോ, അല്ലെങ്കിൽ ലേറ്റായി തുടങ്ങുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും RKNXന്റെ മക്കളെ ഒരിക്കലും എഫക്ട് ചെയ്യില്ല. ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ.